ജോർജ് മെലിയസ്. ഹോളിവുഡ് ബ്ലോക്ക് ബസ്റ്ററുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ സിനിമകളെ സ്വപ്നം കാണുകയും സിനിമയെ എന്നേക്കുമായി മാറ്റിമറിക്കുകയും ചെയ്തു. 1861 പാരീസിൽ ഒരു സമ്പന്ന ഷൂ നിർമ്മാതാവിൻ്റെ മകനായി ജോർജ് മെലിയസ് ജനിച്ചു. പക്ഷേ ബൂട്ടുകളിലും തുകലിലും ജോർജിന് താല്പര്യമില്ലായിരുന്നു. മാജിക്, മിഥ്യാധാരണ, അസാധ്യമായത് യാഥാർത്ഥ്യമാക്കൽ എന്നിവയിൽ അദ്ദേഹം ആകൃഷ്ടനായി. 1888 അദ്ദേഹം ഒരു പ്രൊഫഷണൽ മാന്ത്രികനായി. പ്രശസ്തമായ തിയേറ്റർ റോബർട്ട് ഹൗഡിൻ വാങ്ങി. പിന്നീട് 1895 എല്ലാം മാറി. ലൂമിയർ സഹോദരന്മാരുടെ ആദ്യ ചലച്ചിത്ര പ്രദർശനത്തിന് സാക്ഷ്യം വഹിച്ച മെലിയസ് സാധ്യതകൾ ഉടനടി കണ്ടു. യാഥാർത്ഥ്യം രേഖപ്പെടുത്താൻ മാത്രമല്ല, അത് രൂപാന്തരപ്പെടുത്താനും അദ്ദേഹം ആഗ്രഹിച്ചു. സിനിമയുടെ ആദ്യത്തെ യാഥാർത്ഥ്യ മാന്ത്രികനായി അദ്ദേഹം മാറി. ഇന്നും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന സ്പെഷ്യൽ എഫക്റ്റുകൾക്ക് തുടക്കമിട്ടു. സ്റ്റോപ്പ് മോഷൻ, മൾട്ടിപ്പിൾ എക്സ്പോഷറുകൾ, ടൈം ലാപ്സ് ഫോട്ടോഗ്രാഫി, കൈകൊണ്ട് വരച്ച നിറം, ആധുനിക ചലച്ചിത്ര നിർമ്മാണത്തിൻ്റെ അടിത്തറയായി മാറിയ സാങ്കേതിക വിദ്യകൾ മെലിയസ് കണ്ടുപിടിച്ചു. 1902 അദ്ദേഹം തൻ്റെ മാസ്റ്റർ പീസ് സൃഷ്ടിച്ചു, എ ട്രിപ്പ് ടു ദ മൂൺ. ചന്ദ്രൻ്റെ കണ്ണിൽ പതിഞ്ഞ റോക്കറ്റിൻ്റെ ഒരു പ്രതീകാത്മക ചിത്രം. അതാണ് മെലിയസ്. സിനിമയുടെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ ഇതിഹാസമായിരുന്നു അത്. സിനിമകൾ എന്തായിരിക്കണമെന്ന് അത് വളരെ വിപ്ലവകരമായ ഒരു സിനിമ നിർവചിച്ചു. അദ്ദേഹം 500-ലധികം സിനിമകൾ നിർമ്മിച്ചു. സിനിമയെ ഒരു പുതുമയിൽ നിന്ന് ഒരു കലാരൂപമാക്കി മാറ്റി. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ലോകം മുന്നോട്ട് പോയി. 1920-കളോടെ അദ്ദേഹത്തിൻ്റെ ശൈലി ഫാഷനിൽ നിന്ന് പുറത്തുപോയി. പാപ്പരായി മറയ്ക്കപ്പെട്ട മെലിയസ് പാരീസ് ട്രെയിൻ സ്റ്റേഷനുകളിൽ കളിപ്പാട്ടവും മിഠായികളും വിൽക്കാൻ തുടങ്ങി. 1929 അദ്ദേഹത്തെ വീണ്ടും കണ്ടെത്തി. ഒടുവിൽ അദ്ദേഹത്തിന് അർഹമായ അംഗീകാരം ലഭിച്ചു. ജോർജ് മെലിയസ് 1938 മരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം എന്നേക്കുമായി നിലനിൽക്കുന്നു. എല്ലാ സ്പെഷ്യൽ എഫക്റ്റുകളിലും, എല്ലാ ഫാൻറ്റസി സിനിമകളിലും, സ്ക്രീനിൽ ജീവൻ നൽകുന്ന എല്ലാ അസാധ്യമായ സ്വപ്നങ്ങളിലും അദ്ദേഹം സിനിമകൾ നിർമ്മിക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം ഒരു മാജിക്കിനെ യാഥാർത്ഥ്യമാക്കി.